എല്ലാവർക്കും നമസ്കാരം. രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ 3ാമത് വാർഷികം നീറിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അതിലേക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഏവരും കാത്തിരുന്ന നമ്മുടെ വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ട്. ശ്രീമതി ദിവ്യ ഗോപിനാഥ്. നാട്യകുലപതി ശ്രീ മഹാദേവനാൽ ലഭിച്ച നൃത്തവും ശ്രീ സരസ്വതി ദേവിയുടെ വരദാനമായ സംഗീതവും കൊണ്ട് അനുഗ്രഹീതമായ കഴിഞ്ഞ 8 വർഷക്കാലമായി വിജയപൂർവ്വം പ്രവർത്തിച്ചു വരുന്ന രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ ഈ വർഷത്തെ വാർഷികാഘോഷവും അരങ്ങേറ്റവും ഇന്നിവിടെ നടക്കുന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. എ warm welcome to one and all present here. Ragalaya School of Music and Dance proudly presents Annual Day Program 2025 and followed by the Arangetam of our students. Once again, we welcome everyone to this auspicious occasion. നമുക്ക് കാര്യപരിപാടികൾ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി നാദിയ ഫാത്തിമയെ ക്ഷണിക്കുന്നു. ഈശ്വരാ ജഗന്നായക ഞങ്ങൾക്കാശ്രയമാക നിത്യവും ക്രോധചിന്തകൾ നീക്കി എന്നുള്ളിൽ സ്നേഹവാത്സല്യം തോന്നണം. ഈശ്വരാ ജഗന്നായക ഞങ്ങൾക്കാശ്രയമാക നിത്യവും ക്രോധചിന്തകൾ നീക്കി എന്നുള്ളിൽ സ്നേഹവാത്സല്യം തോന്നണം. തീയും സർവശക്തിയും നൽകി സത്യബോധവാനാക്കണം. ബുദ്ധിയും സർവശക്തിയും നൽകി സത്യബോധവാനാക്കണം. സത്യമെന്തെന്നറിയാതെ ചെയ്ത സർവ്വതെറ്റും പൊറുക്കണം. സത്യമെന്തെന്നറിയാതെ ചെയ്ത സർവ്വതെറ്റും പൊറുക്കണം. വിദ്യ നൽകിയനുഗ്രഹിക്കണേ വിശ്വനായക കൈതൊഴാം. വിദ്യ നൽകിയനുഗ്രഹിക്കണേ വിശ്വനായക കൈതൊഴാം. ഈശ്വരാ ജഗന്നായക നിങ്ങൾക്കാശ്രയമാക നിത്യവും ക്രോധചിന്തകൾ നീക്കി എന്നുള്ളിൽ സ്നേഹവാത്സല്യം തോന്നണം. സ്വാഗത പ്രസംഗത്തിനായി ശ്രീമതി സിനി മുരളിയെ ക്ഷണിക്കുന്നു. ഹലോ. വേദിയിലും സദസ്സിലിരിക്കുന്ന മാന്യവിശിഷ്ട അതിഥികൾക്ക് എൻ്റെ നമസ്കാരം. നീറിക്കോട് രാഗലയ സംഗീത നൃത്യ വിദ്യാലയത്തിൻ്റെ 8ാം വാർഷികമാണ് ഇപ്പോൾ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്.
നൃത്തവും സംഗീതവും അഭ്യസിച്ച് വരുന്ന കുട്ടികളുടെ അരങ്ങേറ്റവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ, അതിൽ കുട്ടികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, വീട്ടമ്മമാരുണ്ട്. എല്ലാവരും കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ശ്രീ PB മുകുന്ദകുമാർ അവർകളാണ്. അദ്ദേഹത്തിന് ജനവേദി പബ്ലിക്കേഷൻസിൻ്റെ ചീഫ് എഡിറ്ററാണ്. കൂടാതെ ലീഗൽ സർവീസ് സൊസൈറ്റിയിൽ കൗൺസിലറായിട്ടും മന്നം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രസ്റ്റി ആയിട്ടുമൊക്കെ പ്രവർത്തിച്ചു വരുന്നു. ഒരു പൊതുപ്രവർത്തകനാണ്. എല്ലാത്തിലും ഉപരിയായി അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചരിത്ര പുസ്തകമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കലയുടെ ഈ ഉത്സവത്തിന് തിരികൊളുത്തി ഉദ്ഘാടന കർമ്മം ചെയ്യുന്നതിന് ചലച്ചിത്രകാരൻ ശ്രീമതി ദിവ്യ ഗോപിനാഥനാണ് ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും തന്നെ മാഡത്തിന് അറിയാമായിരിക്കും. നമ്മുടെ 5-ാം പാതിര, കമ്മട്ടിപ്പാടം, പിന്നെ വൈറസ്, സ്റ്റാൻഡപ്പ് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. 5-ാം പാതിരയിലെ SI പ്രീതി പൊതുവാളിനെ നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല. അത്രയും നല്ലൊരു, നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ വൈറസിലെ ഗീത, ഇപ്പോൾ ഏകദേശം 10-15 സിനിമയോളം മാഡം അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരിയാണ്. ഇത്രയും നല്ലൊരു കലാകാരി നമ്മുടെ നാട്ടുകാരിയാണെന്ന് പറയുന്നത് നമുക്കൊത്തിരി അഭിമാനിക്കാം. മാഡത്തെ ഈ ഉത്സവവേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ PM മനാഫ് അവർകൾ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുള്ളതാണ്. എന്തോ തിരക്കൊണ്ട് അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി നമുക്ക് വീണ്ടും എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. എല്ലാ പൊതുപ്രവർത്തനങ്ങളിലെല്ലാം അത്രയും നല്ല കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് എല്ലാവർക്കും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. PV മോഹനൻ. അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അപ്പൂപ്പൻ കൂടിയാണെന്ന് വരെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. സമ്മാനദാനം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മഞ്ഞിമ്മൽ ബോയ്സ് ഫെയും സാദിഖ് കൃഷ്ണ, മാസ്റ്റർ സാദിഖ് കൃഷ്ണ, നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. വളർന്നു വരുന്ന ഒരു കലാപ്രതിഭ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അഭിമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. നൃത്താധ്യാപിക, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ RLV മീനു നിമോഷ്, ചിട്ടയായ രീതികളിലൂടെ നൃത്ത ചുവടുകളെല്ലാം നമ്മളിലേക്ക് പകർന്നു നൽകുന്ന മാഡത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എല്ലാം സാരഥിയായ പ്രിയപ്പെട്ട ധന്യ ടീച്ചർ, ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി ഇത്രയും ഭംഗിയായി മനോഹരമായി നമ്മുടെ ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുന്ന ടീച്ചർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാവരും ഓരോ വിശിഷ്ട വ്യക്തികളാണ്. എല്ലാവരും കൂടിയ നമ്മുടെ ഈ പ്രോഗ്രാം മനോഹരമാക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജനവേദി പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ ശ്രീ PB മുകുന്ദകുമാറിനെയാണ്. ശ്രീ PB മുകുന്ദകുമാർ കഴിഞ്ഞ 30 വർഷമായി ജനവേദി പബ്ലിക്കേഷൻസിൻ്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ
കേരള ഹൈക്കോടതിയിൽ ലീഗൽ കൗൺസിലറായി സൗജന്യ സേവനം നടത്തുന്നു. നല്ലൊരു എഴുത്തുകാരൻ കൂടിയായ ഇദ്ദേഹം നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്ന ശ്രീ PB മുകുന്ദകുമാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. We are extremely happy to invite Mr. PB Mugundakumar, Chief Editor of Janavedi Publications, for his presidential address. പ്രിയമുള്ളവരെ, നമസ്കാരം. എൻ്റെ അയൽവാസിയും എൻ്റെ സഹോദരിയും കൂട്ടിപ്പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മകളെപ്പോലെ ഞാൻ കരുതുന്ന ശ്രീമതി ധന്യ 8 വർഷക്കാലമായി നിരന്തരം തപസ്യയിലൂടെയാണ് ഈ കലാപ്രസ്ഥാനത്തെ, ഈ ഡാൻസ് അക്കാഡമിയെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത്. 8 വർഷമായി ഓരോ വാർഷികാഘോഷവും ഈ കലാ സംഘടനയുടെ ഈടുവയ്പായിട്ട് നമുക്ക് കരുതാം. ഇന്ന് ധാരാളം പരിപാടികൾ ആലങ്ങാട് പഞ്ചായത്തിലും നമ്മളുടെ ഈ വാർഡ് ഉൾപ്പെട്ട സ്ഥലങ്ങളിലുമുണ്ട്. കല്യാണങ്ങളുണ്ട്, മീറ്റിങ്ങുകളുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരു മീറ്റിങ്ങിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സമയം ഒത്തുകിട്ടിയാൽ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ മരണം നടന്നിട്ടുണ്ട്. എങ്കിൽ കൂടി എല്ലായിടത്തേക്കും വിഭജിച്ച് പോയിട്ടുണ്ടെങ്കിലും കലാഹൃദയമുള്ള കുറേ പേരെങ്കിലും നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 11-12 മണിയോടുകൂടി ഈ വേദി നിറയും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ അക്കാഡമിയെ പറ്റി ഞാൻ വീണ്ടും ഒന്നും പറയേണ്ട കാര്യമില്ല. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന അച്ചടക്കമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ എപ്പോഴും ഈ ഇന്നത്തെ യുവ തലമുറ, പെണ്ണായാലും ശരി ആണായാലും, ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നത് അറിയാമല്ലോ. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡ്. ഞാൻ ആദ്യകാലങ്ങളിൽ 10-30 വർഷങ്ങൾ 40 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ കുറേ കാലം ഉണ്ടായിരുന്നു. കുറച്ചു കാലം. അന്ന് അത് തുടരാൻ സാധിച്ചില്ല. അതിൽ നിന്ന് പിൻവാങ്ങി കലാഭവനിലൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിന്നു. പിന്നെ സിനിമ എന്നുള്ള വേദി വിട്ട് ഇലക്ട്രോണിക്സും മാധ്യമപ്രവർത്തനവും ഒക്കെ ആയിട്ട് പോയി. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും നാം ആസ്വദിക്കുന്ന ഇതെല്ലാം കലാപരമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സിനിമ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്നത്. പക്ഷേ അവിടെയാണ് കുറച്ച് പുഴുക്കുത്തുകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മറുമരുന്ന് ആയി വന്നിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിക്കുന്നത്. കാരണം എനിക്ക് ആ ഫീൽഡിനെ പറ്റി അറിയാവുന്നതുകൊണ്ടാണ്. ആരും സ്വയം ചീത്തയാകുന്നതല്ല, ചീത്തയാകാനുള്ള സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട്. പക്ഷേ ഈ ഇത്തരം സംഗീതവും ഡാൻസും പഠിപ്പിക്കുന്ന അക്കാദമികളൊക്കെ വളരെ നല്ല രീതിയിലാണ്. അവിടെ ഒന്നും ഇത്തരം അസമത്വങ്ങളും അതേപോലെ ഇത്തരം അനാശാസ്യമായ ഒരു പ്രവർത്തനങ്ങളും നാളിതുവരെ കടന്നുകൂടിയിട്ടില്ല. അത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമാണ്, ആശ്വാസകരമാണ്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെല്ലാം കഴിയുന്നത്ര സംഗീതത്തോടും ഡാൻസിനോടും അത്തരം കലകളോടൊക്കെ ചേർന്ന് നിൽക്കാൻ പറയണം. സാംസ്കാരികമായിട്ട് നമുക്ക് ഉന്നതി നേടണമെങ്കിൽ അത് മാത്രമേ ഇന്ന് ഒരു മാർഗമുള്ളൂ. ഇവിടെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ മുഖ്യാതിഥി ദിവ്യ ഗോപിനാഥ്. ഒരുപാട് സിനിമകളുണ്ട്, എൻ്റെ ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ട് ആ പേരുകളൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ സമ്മാനദാനം നൽകുന്നതിനായിട്ട് മാസ്റ്റർ സ്വാതി കൃഷ്ണ എൻ്റെ അടുത്തിരുന്ന് ചവിട്ടി പറഞ്ഞു. 7 സിനിമയുടെ പേര് പറഞ്ഞു. 8ാമത്തേലേക്ക് വന്നു. മുലകൂടി മാറിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ 8 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പം ഇന്നും പ്രോഗ്രാമുണ്ട്. ആ കൊച്ചുമിടുക്കനെ നമുക്ക് അഭിനന്ദിക്കാം. അതുപോലെ നമ്മുടെ സംഗീത കച്ചേരി എടുത്ത മനു നാരായണൻ, ഓൾ ഇന്ത്യ റേഡിയോ മനു നാരായണൻ മാഷിനെയും നൃത്തം അവതരിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ശ്രീമതിയാണോ? ഞാൻ ശ്രീമതി എന്ന് പറയുന്നതിൽ ഞാൻ പണ്ട് ഇങ്ങനെ പറഞ്ഞു, ശ്രീമതി എന്ന് പറഞ്ഞു. അവിവാഹിതയായിരുന്നു നമ്മുടെ ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക. എന്നോട് പറഞ്ഞു, സാറേ അത് എന്താ, ഞാൻ ശ്രീമതി അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് ശ്രീമതി എന്ന് പറഞ്ഞാൽ സ്ത്രീത്വമുള്ളവളെന്നാണ്. ഞാൻ പറഞ്ഞു, ചന്ദ്രിക സ്ത്രീത്വമുള്ളവളാണ്. നമ്മൾ പല
മലയാളം വാക്കുകളും അർത്ഥം അറിയാതെ ഇതല്ലേ. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ തല നരച്ച് വടി കുത്തി പിടിച്ചവനാ, അതല്ല. വൃദ്ധി എന്ന് വെച്ചാൽ അറിവെന്നർത്ഥം. അറിവുള്ളവനെയാണ് വൃദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ വൃദ്ധൻ എന്നങ്ങ് പറഞ്ഞാലും വലിയ അയ്യോ ഞാൻ വൃദ്ധനായോ എന്ന് ചോദിക്കും. വൃദ്ധൻ എന്ന് വെച്ചാൽ അതേപോലെ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീത്വമുള്ളവൾ എന്നർത്ഥമാക്കിയാൽ മതി. മറ്റർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് തലത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. അതുപോലെ ആശംസരം മനാഫ്, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് PV മോഹനൻ പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ നന്ദി പ്രകാശിക്കുന്നതിന് ഇതിൻ്റെ പ്രാണവായു ജീവവായുവായ നമ്മുടെ പ്രിയങ്കരിയായ ധന്യയാണ്. പിന്നെ ഞാൻ എൻ്റെ പ്രിയ സഹോദരൻ ധന്യയുടെ ഭർത്താക്കന്മാരാണെങ്കിൽ ഇങ്ങനെ വേണം. എത്ര അച്ചടക്കത്തോടു കൂടിയാണ് ആ കുട്ടിയെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നത്. കണ്ണിലെ കൃഷ്ണപോലെ ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ ഒരു പിന്തുണ അനുഗ്രഹവും കുടുംബക്കാരുടെ ആ നല്ല കുടുംബമാണവർ. അതേപോലെ കുട്ടിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയല്ലേ. നമ്മളെല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ ഭവനത്തിൽ നിന്ന്, അതിൽ നിന്ന് ധന്യയാണ്, ഭാഗ്യവതിയാണ് ആ കാര്യത്തിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരിയായ പേരെന്താണ്? അതെ, കൂടുതൽ സ്നേഹമുള്ളവരെ നമ്മൾ പറയാൻ വിട്ടുപോകും. ഡാൻസ് ടീച്ചറിനോട് കൂടുതൽ സ്നേഹം കൊണ്ടാണ് അല്പം മീനു ആറവലി, മീനു നിമേഷാണ്. ശ്രീമതി മീനു നിമേഷ് ആണ്. ആറവലിയിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കലാപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വന്നാണ്. പഴയ RLVയുടെ സെക്രട്ടറിയും കൂടിയാണ് ഞാൻ കേട്ടോ, ഒരു 30 വർഷം. അപ്പം മീനു അവിടെ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ചന്ദ്രഹാസ സാറായിരുന്നു. ചന്ദ്രഹാസ സാറ്, യേശുദാസ് ദാസേട്ടനാണ് അന്ന് ആദ്യമായിട്ട് RLVയുടെ പുരോഗതിക്ക് വേണ്ടി കെട്ടിടം റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി 5000 രൂപ ആദ്യമായിട്ട് സംഭാവന ചെയ്ത്. അന്നത്തെ കാലത്ത് 40 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് മനസ്സുകൊണ്ടും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും ഞാൻ ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മുഖ്യാതിഥി ദിവ്യ ഗോപിനാഥനെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരോടും ബഹുമാനത്തോടുകൂടി, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ധന്യ ടീച്ചറിൻ്റെ ഒരു കുറേ കാലമായിട്ടുള്ള 10 വർഷമായി എന്ന് പറയുന്നു ഈ രാഘലയ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ തുടങ്ങിയിട്ട്. അതിൽ ഇപ്പോൾ നിരന്തരമായി വർഷങ്ങളായി പ്രോഗ്രാമുകൾ ഇങ്ങനെ അരങ്ങേറ്റം, വാർഷികാഘോഷമൊക്കെ വയ്ക്കുന്നു എന്ന് നിങ്ങളെ കഴിഞ്ഞ വർഷം സംബോധന ചെയ്യാൻ വന്ന രമ്യ, എൻ്റെ സുഹൃത്താണ് രമ്യയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ എൻ്റെ നാടാണ് ആക്ച്വലി, ഞാൻ ഏലൂരുകാരിയാണ്. ഇവിടെ അടുത്താണ് എൻ്റെ വീട്. പിന്നെ ഈ നാടുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. എൻ്റെ അമ്മ ഇവിടുത്തെ ആലങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. CP ഉഷ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ ഈ നാടുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. എന്നാലും കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ പുറത്താണ്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും എൻ്റെ നാട്ടിലെ പ്രോഗ്രാമുകൾക്ക് ഇവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാനൊക്കെ എപ്പോഴാണ് പറ്റുന്നത് എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ കലയുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് ഇങ്ങനെ ഉള്ള ഡാൻസ് ക്ലാസ്സും സംഗീത ക്ലാസ്സുകളിൽ നിന്നുമാണ്. ഞാനും ചെറുപ്പത്തിലെ സംഗീതവും ഡാൻസും ഒക്കെ പഠിച്ചിരുന്നു. അവിടെ നിന്നാണ് കലയോടുള്ള ഒരു അഭിരുചി തുടങ്ങുന്നത്. അത് സംഗീതവും നൃത്തവും ഒരുപോലെ ഇഷ്ടം തോന്നിയപ്പോഴാണ് ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് എന്ത് കലാരൂപമാണുള്ളത് എന്ന് ആലോചിച്ചപ്പോൾ നാടകം, തിയേറ്ററാണ് ഞാൻ പഠിച്ചത്. തിയേറ്ററിൽ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അഭിനയമുണ്ട്. എല്ലാം കൂടെ ചേർന്ന്
ഒരു അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചു. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഇവിടെ സെൻറ്റ് സേവിയേഴ്സിലാണ് ഞാൻ PG MCOM ആണ് ചെയ്തത്. അത് കഴിഞ്ഞാണ് വീട്ടുകാരോട് കലയുമായിട്ട് അത്രയും വർഷങ്ങളായി നാടകം ചെയ്യുന്നു, ഇതിൻ്റെ പുറകെ നടക്കുന്നു, അപ്പോൾ എനിക്കതൊന്ന് പഠിച്ചാൽ കൊള്ളാം, തിയറിറ്റിക്കലി അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ളത് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ചേർന്നത്. അങ്ങനെയാണ് ഈ ഒരു ആർട്ടിസ്റ്റ് എന്നൊരു പ്രൊഫഷണൽ പേരിലേക്ക് ഞാൻ വരുന്നത്. അതിനുശേഷമാണ് അതിൻ്റെ ഒരു മൂല്യം എന്താണ് ഒരു ആർട്ടിസ്റ്റിന് ഈ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന മൂല്യം. ഈ സാറ് പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. അതിൽ സിനിമാ മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരു തൊഴിലിടത്ത് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങി. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവിൻ്റെ ഭാഗമായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. അതിനോടൊപ്പം എൻ്റെ കല, നാടകം, സിനിമ എന്നുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ കാണുക, അവരോട് സംസാരിക്കുക, അങ്ങനെയുള്ള ആളുകളെ ഒരു വേദിയാവുന്ന സ്ഥലങ്ങളിൽ എത്തുക എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്നു. കഴിഞ്ഞ 3 കൊല്ലം ഞാൻ ഇതുപോലെ ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെയായിരുന്നു യാത്ര. ഞാൻ വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ 3 വർഷവും ഇതുപോലെ ഒരുപാട് അരങ്ങുകളിൽ വന്ന് ഒരുപാട് കലാകാരന്മാരുടെ പെർഫോമൻസൊക്കെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അതിനകത്ത് പ്രവർത്തിക്കുന്നില്ല. ഞാൻ മറ്റൊരു ജോലിയും എൻ്റെ സിനിമാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതുകൊണ്ട് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വേദികളിൽ ഞാൻ വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം മാറിയത് ഇപ്പോൾ ഇവിടെ വന്ന് തുടങ്ങാൻ, നിങ്ങളുടെ പ്രോഗ്രാമിന് വരാൻ ഈ വർഷം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന, അരങ്ങേറുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ധന്യ ടീച്ചർക്കും ഇനി ഒരുപാട് വർഷങ്ങൾ ഇത് നല്ല രീതിയിൽ പോയിട്ട് ഞങ്ങളെക്കാളുമൊക്കെ ഒരു മഞ്ജു വാര്യർ വന്നിങ്ങനെ സംസാരിക്കേണ്ട ഒരു അരങ്ങേറ്റമൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും അരങ്ങേറുന്നവർക്കും ടീച്ചർക്കും ബാക്കി ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചർമാർക്കും എൻ്റെ ആശംസകൾ. പഠിക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഞാനൊക്കെ 10ാം ക്ലാസ് എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പ്രഷർ വന്നപ്പോൾ അങ്ങ് നിർത്തി. അതിൻ്റെയൊക്കെ ഒരു വിഷമം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഇതൊക്കെ പഠിച്ചാലോ എന്ന് ആഗ്രഹം തോന്നുന്ന ഒരു കാലത്താണുള്ളത്. അപ്പോൾ പഠിക്കുന്നവർ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാലം പഠിക്കുക. നമ്മൾക്ക് ഒരുപാട് ബിസി ഷെഡ്യൂൾസിൽ, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് കലയോടൊപ്പം പോകുമ്പോഴാണ്, കല നമ്മുടെ കൂടെയുള്ളപ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ ഉദ്ഘാടക ശ്രീമതി ദിവ്യ ഗോപിനാഥനോട് ഒരു അപേക്ഷയുണ്ട്. ദയവായി ഭദ്രദീപം കൊളുത്തി ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. With immense joy and pleasure, may I request Mrs. Divya Gopinath to inaugurate this function.
ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ച ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടില്ല. ഏവർക്കും ആശംസകൾ അർപ്പിക്കാനായി വളർന്നു വരുന്ന ഒരു സിനിമ കുട്ടിത്താരം നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാസ്റ്റർ സാത്വിക് കൃഷ്ണ വാഴ, മഞ്ഞുമ്മൽ ബോയ്സ്, ED എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച ഈ കൊച്ചുമിടുകനെ ആശംസ നേരുന്നതിനായി ക്ഷണിക്കുന്നു. Master Sathwik Krishna is a renowned child artist who has been a part of several blockbuster films. May I request Master Sathwik Krishna to deliver his felicitation speech. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിയാത്തവരോട്, എൻ്റെ പേര് സാത്വിക് കൃഷ്ണ. ഞാൻ 7 മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. 7 മൂവീസിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വാഴ, മഞ്ഞുമ്മൽ ബോയ്സ്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, ദാവീദ്, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന സിനിമ ബബ്ബബ്ബ, ദിലീപേൻ്റെ പടമാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ടീച്ചറിനോടും എല്ലാവരോടും താങ്ക് യു. പിന്നെ എൻ്റെ അനിയനിവിടെ പാട്ട് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ശ്രീഹരി എന്നാണ് അവൻ്റെ പേര്. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. പിന്നെ ഈ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും ആശംസ. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ചിത്രങ്ങൾ അഭിനയിച്ച് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച സാത്വിക് കൃഷ്ണ ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ആശംസ അർപ്പിക്കുന്നതിനായി വാർഡ് മെമ്പറെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുകുന്ദൻ, അതുപോലെ തന്നെ ഇവിടെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത സിനിമ ആക്ടർ ദിവ്യ ഗോപിനാഥ്, ഇവിടെ പങ്കെടുക്കുന്ന മാസ്റ്റർ കൃഷ്ണ, ഇതിൻ്റെ സംഘാടനവും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായ ശ്രീമതി ധന്യ വിജു, നീനു നിമോഷ്, സ്വാഗതം പറഞ്ഞ സിനി മുരളി, വേദിയിലിരിക്കുന്ന മറ്റു പ്രവർത്തകരെ, അതുപോലെ തന്നെ ഈ ഉദ്ഘാടന മീറ്റിങ്ങിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം ഇന്ന് രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ 15ാമത് വാർഷികം ആണ്. ഈ വേദിയിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് PM മനോഫ് അവറുകളെ ക്ഷണിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായി ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹം കളമശ്ശേരിയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എത്രയും വേഗം എത്തിക്കൊള്ളാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഷ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് കലയും സംഗീതവും ഒക്കെ. പുരാതന കാലം മുതലേ ഭാരതത്തിൽ കലയ്ക്കും സംഗീതത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു പോന്നു. നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ട അത് ഒരു സംഗീത ലയ താളങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ രൂപീകരണം എന്ന് ആചാര്യന്മാർ പറയുന്നു.
നമ്മെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കുട്ടികൾക്ക് കല ആസ്വാദനവും ഡാൻസ് ആയാലും അതുപോലെ തന്നെ സംഗീതമായാലും അത് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക എന്ന് വച്ചാൽ നാം ഒരു വിധത്തിൽ ഈ രാജ്യത്തോട്, നമ്മുടെ ഭാരതത്തോട് ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയാണ്. എനിക്ക് മുമ്പേ സംസാരിച്ച അധ്യക്ഷൻ ശ്രീ മുകുന്ദകുമാർ പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിൽ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒട്ടനവധി വിഷയങ്ങളും വിപ്ലവങ്ങളും അക്രമങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കലയെ പ്രോത്സാഹിപ്പിച്ച് കലാപരമായി കുട്ടികളുടെ കഴിവിനെ ഉണർത്തി കൊണ്ടുവരിക എന്നതും ഒരു നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപരമായി കലയിൽ കഴിവുള്ള കുട്ടികൾക്ക്, ആ കലാപരമായി ഉയർന്നു വന്ന പൗരന്മാർക്ക് അത് 95% അവർ സൽസ്വഭാവികളായിരിക്കും, നമ്മുടെ നാടിനോടും വീടിനോടും പ്രതിബദ്ധമുള്ളവരായിരിക്കും, രാജ്യസ്നേഹികളായിരിക്കും എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ധന്യ മാഡം ഇവിടെ നടത്തുന്ന ഈ പ്രവൃത്തികൾ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. കൂടാതെ നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്ത് പൂർണ്ണമായും ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെയുള്ള ഈ വിവിധ തരത്തിലുള്ള, വിവിധ രീതിയിലുള്ള, വിവിധ വീടുകളിലുള്ള കുട്ടികളെ ഈ കലാപരമായി ഡാൻസും അതുപോലെ തന്നെ സംഗീതവും ഒക്കെ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ സഹിച്ച് ത്യജിച്ച് അതുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രവർത്തനം നടക്കുന്ന ഈ വിദ്യാലയത്തിന്, ഈ ഇൻസ്റ്റിറ്റ്യൂഷന് എല്ലാവിധ ഭാവുകങ്ങളും നേരുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കൂടാതെ കലാപരമായി നാം ചെയ്യുന്ന ഈ പ്രവൃത്തി ആരോഗ്യപരമായ കാരണങ്ങളാൽ കുട്ടികൾക്ക് മറ്റുള്ള രീതിയിലുള്ള മെയ്മഴക്കവും അതുപോലെ തന്നെ അതിൻ്റെ നിത്യം ഉള്ള ദിവസേനയുള്ള ആ വ്യായാമവും ആ രീതിയുമൊക്കെ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ വളരെയധികം ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡാൻസിന് പങ്കെടുക്കുന്നവർക്കും അതുപോലെ തന്നെ സംഗീതത്തിന് പങ്കെടുക്കുന്നവർക്കും എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ആശംസകൾ നേരുന്നതിനും ഇത് സംഘടിപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതുപോലെ തന്നെ ഈ ഫംഗ്ഷന് വേണ്ടി സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പ്രവർത്തകർക്കും ഒക്കെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ. പൊന്നാട സമർപ്പിക്കുന്നതിനായി ശ്രീ PV മുകുന്ദകുമാറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ദിവ്യ ഗോപിനാഥിനെയും ക്ഷണിക്കുകയാണ്. മെമൻറ്റോ നൽകുന്നതിനായി ശ്രീമതി ധന്യ ബിജുവിനെയും ക്ഷണിക്കുന്നു. പൊന്നാട ഏറ്റുവാങ്ങുന്നതിനായി മാസ്റ്റർ സാത്വിക് കൃഷ്ണനെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി വാർഡ് മെമ്പർ PV മോഹൻ അവറുകളെയും ക്ഷണിക്കുന്നു. മെമൻറ്റോ നൽകുന്നത് ധന്യ ടീച്ചർ.
RLV മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ഭരതനാട്യത്തിൽ ബിരുദാനന്ദ ബിരുദവും മോഹിനിയാട്ടത്തിൽ ബിരുദവും നേടിയിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മീനു നിമോഷ് ടീച്ചർ ഇപ്പോൾ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് മോഹിനിയാട്ടം കലാകാരി കൂടിയാണ്. വിവിധ കലോത്സവങ്ങൾ വിധികർത്താവായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മീനു ടീച്ചറെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ 8ാമത് വാർഷികവും അരങ്ങേറ്റവും ഈ പരിപാടിക്ക് നാം എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഈ സുദിനത്തിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അർപ്പിക്കുന്ന ശ്രീമതി ധന്യ ബിജുവിനെ ക്ഷണിക്കുന്നു. രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ ഡയറക്ടറാണ്. ശ്രീ ശങ്കര കോളേജിൽ നിന്നും ബിരുദവും പ്രാചീന കലാകേന്ദ്രത്തിൽ നിന്നും സീനിയർ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുള്ള ധന്യ ടീച്ചർ ഈ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ നെടുംതൂണായി പ്രവർത്തിച്ചു വരികയാണ്. ഏറെ സ്നേഹത്തോടെ ധന്യ ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് സർവേശ്വരനോടും എൻ്റെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ അവരെയൊക്കെ സ്മരിക്കുകയാണ്. അവർക്കാണ് ആദ്യമായി നന്ദി പറയുന്നത്. ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീ PB മുകുന്ദകുമാർ ചേട്ടൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സഹോദരി, മകൾ എന്നൊക്കെ സ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്കത് സാധിച്ചു തരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. എൻ്റെയും ഈ സ്കൂളിൻ്റെ പേരിലും എല്ലാ നന്ദിയും പറയുകയാണ്. അടുത്തതായിട്ട് ഉദ്ഘാടനത്തിന് വന്നിരിക്കുക ദിവ്യ ഗോപിനാഥ്. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമ്മൾ വിളിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുത്ത് ഇവിടെ വരാൻ കാണിച്ച മനസ്സിന് 1000 നന്ദി എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുകളായതുകൊണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തെ പക്ഷേ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ഇടയ്ക്ക് സമയം പോലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേപോലെ വാർഡ് മെമ്പർ PV മോഹനൻ, അദ്ദേഹം നമ്മുടെ സ്കൂളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്. പിന്നെ നമ്മുടെ മീനു ടീച്ചർ ഇപ്പോൾ നല്ല ഒരു സമയത്ത് കൂടെ കടന്നു പോകുന്ന ആളാണ്. അധികം വൈകാതെ തന്നെ ടീച്ചർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. എന്നാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെയിലി വന്ന് ക്ലാസ് എടുക്കുകയും എല്ലാ ആത്മാർത്ഥതയോടും കൂടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുകയും എല്ലാ സഹകരണവും നൽകുന്ന ആളാണ്. ടീച്ചർക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി ഉണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. ടീച്ചർക്ക് ഇപ്പോൾ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും നമ്മൾ ഈ സ്കൂള് കൊണ്ടു നടക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ വേണമല്ലേ. ആ വിദ്യാർത്ഥികൾ ഇവിടെ വരണമെങ്കിൽ പാരൻസും തയ്യാറാവണം. അപ്പം അങ്ങനെയുള്ള ഈ പാരൻസും കുട്ടികളും ോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. അവർക്ക് എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അതിലും ഉപരിയായിട്ട് നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസ്, അവർ കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ നിന്നും അതേപോലെ കേരളത്തിന് പുറത്തു നിന്നും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇത് പരിപാടിക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. കുട്ടികളും അമ്മമാരും പാരൻസും അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അവർക്ക് ഒരു പ്രത്യേക നന്ദി എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അവർക്കൊരു പ്രത്യേക കയ്യടി നിങ്ങൾ എന്തായാലും കൊടുക്കണം. പിന്നെ നമ്മുടെ പക്കമേള കലാകാരന്മാർ, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരാണ് നമ്മുടെ ഇവിടെ പക്കമേളം വായിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും നൽകി ഇവിടെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരെയും
അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കട്ടെ. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണേ. നമ്മുടെ ദിവ്യ നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാം നല്ലൊരു കയ്യടി കൊടുത്തേ. പാട്ടുകാരിയല്ല, പക്ഷേ എപ്പോഴും ഈ കലാ സ്പേസുകളിൽ പോകുമ്പം പ്രസംഗം മാത്രമായി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ട്, ചെറിയൊരു ഫോക്ക് സോങ് ആണ്. എൻ്റെ ഹസ്ബൻഡ് എഴുതിയ പാട്ടാണ്, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തൊരു പാട്ടാണ്. സൂരജ് സന്തോഷ് എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്, പുള്ളിക്കാരനാണ് ഇത് പാടിയിട്ടുള്ളത്. കാവടി ആടുന്ന എന്ന് പറഞ്ഞ സ്പോട്ടിഫൈയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാം. ആ പാട്ടൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഞാൻ വെറുതെ ഒരു 4 വരി പാടാം, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കേട്ടോ. നിങ്ങൾ ഏറ്റ് പാടണേ. കാവടിയാടുന്ന കതിരോനെ, തിടമ്പേറ്റിയാടുന്ന തമ്പാച്ചിയെ, കാവടിയാടുന്ന കതിരോനെ, തിടമ്പേറ്റിയാടുന്ന തമ്പാച്ചിയെ, കാവിലെ വിളക്കണയണ നേരത്ത് ഇരുനീലലിയണ ചാരത്ത് വീട്ടില് മൺചേരാതിരിക്കണ സുന്ദരി പെണ്ണിന് ഈയുള്ളോനോടെന്തോ ചൊല്ലാനുണ്ട്. ഓ കാവടിയാടുന്ന കതിരോനെ, തിടമ്പേറ്റിയാടുന്ന തമ്പാച്ചിയെ, കാവടിയാടുന്ന കതിരോനെ, തിടമ്പേറ്റിയാടുന്ന തമ്പാച്ചിയെ, കാവിലെ വിളക്കണയണ നേരത്ത് ഇരുളിലലിയണ ചാരത്ത് വീട്ടില് മൺചേരാതിരിക്കണ സുന്ദരി പെണ്ണിന് ഈയുള്ളോനോടെന്തോ ചൊല്ലാനുണ്ടേ. ഓ പാട്. ഓ താങ്ക് യു. തികച്ചും അപ്രതീക്ഷിതമായ നമുക്ക് ലഭിച്ച ഒരു സൗഭാഗ്യമെന്ന് തന്നെ പറയാം. ഒരു ട്രീറ്റ് ആയിരുന്നു അത്. ഒത്തിരി സന്തോഷം ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾ അറിയിക്കുകയാണ്. ക്ഷമിക്കണം, നമ്മുടെ കൊച്ചു കലാകാരന് നന്ദി പറയാൻ ഞാൻ വിട്ടുപോയി. അവൻ നമ്മുടെ കുട്ടിയാണ്, അതുകൊണ്ടാണ്. നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു കുട്ടിയാണ്. ഇവിടെ വരാൻ സാധ്യത, നല്ല ഷൂട്ടിങ്ങിൻ്റെ ഭയങ്കര തിരക്കുള്ള ആളാണ്. അപ്പോൾ അത് രാവിലെ വരാം, വൈകിട്ട് വരാം, ഇങ്ങനെ ഓരോ സമയം മാറ്റി മാറ്റി, എന്തായാലും ഭാഗ്യം കൊണ്ട് രാവിലെ തന്നെ എത്താൻ സാധിച്ചു. അവന് ഒരു പ്രത്യേക നന്ദി ഞാൻ പറയുകയാണ്. ഓക്കെ. യോഗ നടപടികൾ താൽക്കാലികമായിട്ട് അല്ലേ, സ്റ്റേജിലെ യോഗ നടപടികൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ കാണുന്ന ജനങ്ങളുടെ ഒരു ഇരട്ടിയോ അല്ലെങ്കിൽ 2 ഇരട്ടിയോ ഒരു ഉച്ചയോടുകൂടി ഇവിടെ എത്തും ഈ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനായി. പിന്നെ യേശുദാസ് ദാസേട്ടൻ പാടിയൊരു പാട്ട് ഓർമ്മ വരിക.
ഒരു പാട്ട് പാടുവാൻ വന്നവൾ നീ, എങ്കിലും 1000 പാട്ട് പാടിയാലും. അതിമനോഹരമായിട്ട്. ഏതായാലും ഒരിക്കലും ഫിലിം ഫീൽഡ് വിട്ടുപോകേണ്ടി വരില്ല. അഭിനയം അല്ലെങ്കിൽ പാട്ട് കേട്ടോ. പക്ഷേ അവിടെ ഹൗളിങ് ഉണ്ടായിരുന്നു. ഈ മൈക്ക് ഇങ്ങനെ പിടിച്ചതുകൊണ്ടായിരിക്കും ഹൗളിങ് വന്നു. നല്ല ശബ്ദമാണ്, നെഞ്ചിടിപ്പാണ്. അതായത് ഓർക്കസ്ട്ര ഇല്ലാത്തതുകൊണ്ട് സ്വയം ഒരു താളം ചെയ്തതാണ്. അതിലും തെറ്റില്ല. ഞാൻ പറയട്ടെ, കുറച്ചും കൂടിയൊക്കെ സംഗീതത്തിൽ ശ്രദ്ധിച്ചാൽ കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ തന്നിക്ക് ശിക്ഷപ്പെടുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം തീർച്ചയായിട്ടും ആ സ്വര സ്ഥാനങ്ങളൊക്കെ ഒന്നായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആസ്വാദികരമാകും. ശബ്ദം കൊള്ളാം, നല്ല ശബ്ദമാണ്, കുയിൽനാഥം പോലെ എവിടെയും എത്തും. കാരണം പതർച്ചയില്ല. ഹൈയിൽ പോയിട്ടും വലിയ പതർച്ചയില്ലാതെ പാടി. ഞാൻ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കലാഹൃദയമുള്ളവരുടെ മുമ്പിൽ വെച്ചാൽ കലാകാരിയായ അവരത് അനുസരിക്കും എന്നുള്ള. അപ്പോൾ ഇനി വരുമ്പോൾ, അടുത്ത തവണ വരുമ്പോൾ ഒരു ചെറിയ സംഗീത സാധ്യതയുള്ള പാട്ടുകളുമൊക്കെ ആയിട്ട് വന്നാൽ കൂടുതൽ സന്തോഷകരമാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ വേദി നിർത്തിവെക്കുകയാണ്. തുടർന്ന് അതിശക്തമായ കലാപ്രകടനമായിട്ട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വരും. ഭക്ഷണമൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഇവിടുത്തെ പരിപാടി വൈകിട്ട് രാത്രിയാണ് അവസാനിക്കുന്നത്. അതുവരെ നിങ്ങളെല്ലാം ആസ്വാദകരായിട്ട് വേണം. നിങ്ങളുടെ ശക്തിയിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്ന് കാണാനുള്ള മാനസികാവസ്ഥയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.